നമസ്കാരം. വിവാദങ്ങളെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ സന്തത സഹചാരിയാണ്. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലും MLA ആയിരിക്കുമ്പോഴും ഒക്കെ തന്നെ എത്രയെത്ര വിവാദങ്ങളാണ് അദ്ദേഹത്തെ പിന്തുടർന്നിരുന്നത്. നേരത്തെ അദ്ദേഹം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന കാലത്താണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന യാമിനി തങ്കച്ചിയുടെ പരാതി പ്രകാരം അന്ന് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നത്. ഇപ്പോൾ അദ്ദേഹം വീണ്ടും വിവാദത്തിലായിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ബിന്ദു മേനോൻ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലൂടെയാണ്. മന്ത്രിയെക്കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് ഭാര്യ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ സംഭവമായൊക്കെ തന്നെ ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരമായി വാർത്തകൾ പുറത്തു വന്നിരുന്നു എങ്കിലും കെ ബി ഗണേഷ് കുമാറോ ഭാര്യ ബിന്ദു മേനോനോ ഇക്കാര്യം നിഷേധിക്കുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ ഇന്ന് മാധ്യമങ്ങളെ കണ്ട മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഈ ആരോപണങ്ങളെല്ലാം തന്നെ തള്ളിക്കളയുകയായിരുന്നു. തനിക്ക് ഒരുപാട് പ്രണയങ്ങളുണ്ട് എന്നൊക്കെയാണ് മന്ത്രി പറഞ്ഞത്. മാത്രമല്ല ഇക്കാര്യത്തിൽ മുൻ DGPയും ഇപ്പോൾ BJP കൗൺസിലറുമായ R ശ്രീലേഖ ഇടപെട്ടിരുന്നു എന്നുള്ള ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് അവർക്ക് മേയറാൻ കഴിയാത്തതിനുള്ള കുശുമ്പ് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നും അവർ ഇതിനൊക്കെ ഇടപെടാൻ അവരാരാണ് എന്നൊക്കെ മന്ത്രി ചോദിച്ചിരുന്നു. ഏതായാലും ഇതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ബിന്ദു മേനോൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചത് ഈ പുറത്തു വന്നിട്ടുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ശരിയാണ് എന്നാണ്. R ശ്രീലേഖയുടെ ഭർത്താവിൻ്റെ സഹോദരിയാണ് ബിന്ദു മേനോൻ. താനൊരു സംശയരോഗിയാണെന്ന തരത്തിലൊക്കെ ഗണേഷ് കുമാർ പ്രതികരിച്ച സാഹചര്യത്തിലാണ് അവർ ഇപ്പോൾ എല്ലാം വെളിപ്പെടുത്താൻ തയ്യാറായിരിക്കുന്നത്. കൊട്ടാരക്കര വാളകത്തുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബ വീടായ കീഴുട്ട് വീട്ടിൽ വെച്ചാണ് ഈ സംഭവം നടന്നത് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ബിന്ദു മേനോൻ പറയുന്നത് താനും ഭർത്താവുമായി കുറച്ച് നാളായി അത്ര സ്വരച്ചേർച്ചയിലല്ലായിരുന്നു. അപ്രതീക്ഷിതമായിട്ടാണ് താനൊരു ടാക്സി പിടിച്ച് തനിക്ക് ലഭിച്ചൊരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വാളകത്തുള്ള വീട്ടിലെത്തിയത് എന്നും അവിടെ താൻ ഒരിക്കലും കാണാൻ പാടില്ലാത്ത കാഴ്ചയാണ് കണ്ടത് എന്നുമാണ് ബിന്ദു മേനോൻ പറയുന്നത്. അതിൻ്റെ ചിത്രങ്ങൾ താൻ എടുത്തു എന്നും മന്ത്രിയുടെ പ്രസൻസ് സ്റ്റാഫ് അന്ന് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ബലം പ്രയോഗിച്ച് തൻ്റെ കയ്യിൽ നിന്നും മൊബൈൽ ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു എന്നും അവർ പറയുന്നുണ്ട്. ഏതായാലും കായികമായി കയ്യേറ്റം ചെയ്തില്ല എങ്കിലും തന്നെ തടഞ്ഞു നിർത്താനും ഒക്കെ തന്നെ ശ്രമം നടന്നു എന്നാണ് ബിന്ദു മേനോൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന സ്ത്രീയെ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്ന പ്രസൻസ് സ്റ്റാഫിൽപ്പെട്ട ഒരാൾ വാഹനത്തിൽ കയറ്റി അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയതായും അവർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. താൻ ആശയക്കുഴപ്പത്തിലായ സമയത്ത് മുൻ DGP കൂടിയായ R ശ്രീലേഖയെ ബന്ധപ്പെട്ടു എന്നും അവരാണ് പോലീസിനെ വിവരിക്കാൻ പറഞ്ഞതെന്നുമാണ് ബിന്ദു മേനോൻ പറയുന്നത്. അങ്ങനെ പോലീസിനെ വിളിക്കുന്നു, പിങ്ക് പോലീസ് എത്തുന്നു. ഒടുവിൽ നോക്കുമ്പോൾ അവിടെയെങ്കിലും ആരെയും കാണാനില്ലായിരുന്നു എന്നാണ് പറയുന്നത്. കുറേ നേരം അവിടെ സ്ഥിതികൾ വിലയിരുത്താനെത്തിയ പോലീസ് പോലും സമയമായപ്പോൾ മുങ്ങിക്കളയുകയായിരുന്നു എന്നാണ് ബിന്ദു മേനോൻ്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും താൻ നിയമ നടപടിക്കില്ല എന്നാണ് ബിന്ദു മേനോൻ പ്രതികരിച്ചിട്ടുള്ളത്. എന്നാൽ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് ഇപ്പോൾ ഇക്കാര്യം ആവശ്യപ്പെട്ട് DGPക്ക് പരാതി നൽകിയിരിക്കുകയാണ്. കാരണം ഒരു സ്ത്രീക്ക് നേരെ നടന്ന ആക്രമണമാണ് മന്ത്രിയുടെ പ്രസൻസ് സ്റ്റാഫ് നടത്തിയത് എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല. അതുപോലെ മന്ത്രിയുടെ പേരിൽ ഉയർന്നിരിക്കുന്നത് ഗുരുതരമായ ആരോപണം തന്നെയാണ് എന്നുള്ളത് ഒരു വാസ്തവമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് ഇപ്പോൾ DGPയെ സമീപിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കേണ്ടി വരും. ബിന്ദു മേനോനല്ല, ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരാളാണ് പരാതി നൽകിയെങ്കിൽ പോലും സംസ്ഥാനത്തെ ഒരു മന്ത്രിയെക്കുറിച്ചാണ് ഈ ഒരു ആരോപണം വന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആരോപണ വിധേയനായ മന്ത്രി മാറി നിൽക്കേണ്ടി വരുന്നതാണ് നമ്മുടെ കേരളത്തിലെ സാധാരണ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ പിണറായി മന്ത്രിസഭയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും ഉണ്ടാകുമോ എന്നുള്ള കാര്യമൊന്നും യാതൊരു ഉറപ്പുമില്ല. മാത്രമല്ല ബിന്ദു മേനോൻ പറഞ്ഞ കാര്യങ്ങളോട് പിന്നീട് കെ ബി ഗണേഷ് കുമാർ ആകട്ടെ പ്രതികരിച്ചിട്ടുമില്ല. അദ്ദേഹത്തിൻ്റെ പ്രസൻസ് സ്റ്റാഫ് ആരും തന്നെ ഇക്കാര്യത്തിനെക്കുറിച്ച് യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഏതായാലും തിരഞ്ഞെടുപ്പ് അടുത്ത ഈ ഒരു സാഹചര്യത്തിൽ ഈ വരും ദിവസങ്ങളിൽ ഇത് കേരള രാഷ്ട്രീയത്തിൽ വലിയ തോതിലുള്ള ചർച്ചകൾക്കും ഒച്ചപ്പാടിനും വഴിവെക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. കെ ബി ഗണേഷ് കുമാർ വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹം ഒരു ആപത്ത് ഘട്ടത്തിൽ ചെന്ന് പെട്ടിരിക്കുകയാണ്. പക്ഷേ നേരത്തെ അദ്ദേഹം പലപ്പോഴും ഇത്തരം പ്രതിസന്ധികളുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് ഗോതിയിൽ അദ്ദേഹം വിജയിച്ചതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മുൻകാല അനുഭവങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ ഒരു ആരോപണത്തെ കെ ബി ഗണേഷ് കുമാർ എങ്ങനെയായിരിക്കും നേരിടുക, ഇടതുമുന്നണി അതിനെങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.